ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവല്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, ഇന്ന് കാണുന്ന തരത്തിലോട്ട് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പെട്ടെന്ന് ഒരു ദിവസം വന്നതല്ല. അത് ഓരോ സ്റ്റേജുകളിലൂടെയും കടന്നു പോയിട്ടാണ് ഇന്ന് കാണുന്ന തരത്തിലോട്ട് അത് മാറിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ആ ഒരു ഡെവലപ്മെന്റിനെ നമുക്ക് മെയിൻ ആയിട്ട് 3 ഫേസുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തേതായിരുന്നു ട്രഡീഷണൽ ഫേസ്, രണ്ടാമത്തേതാണ് ട്രാൻസിഷണൽ ഫേസ്, മൂന്നാമത്തേതാണ് മോഡേൺ ഫേസ്. ഇങ്ങനെ 3 ഫേസുകളാണ് വരുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ട്രഡീഷണൽ ഫേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നമ്മൾ ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ഉള്ള ഏതൊക്കെ സോഴ്സുകൾ ഉണ്ടോ ആ സോഴ്സുകളിൽ നിന്നെല്ലാം ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ട്രഡീഷണൽ ഫേസിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏതാന്നൊന്നുമില്ല, എല്ലാ സോഴ്സിൽ നിന്ന് നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ളതാണ് ട്രഡീഷണൽ ഫേസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ട്രാൻസിഷണൽ ഫേസിലോട്ട് എത്തുന്ന സമയത്ത് നമ്മുടെ വേൾഡ് വാർ സെക്കൻഡ് ഒക്കെ കഴിഞ്ഞിട്ട് മെല്ലെ നമ്മൾ ആ ഒരു ഫണ്ട് മാത്രം റൈസ് ചെയ്താൽ പോരാ, നമ്മൾ അതിന് എന്തുകൂടെ ചെയ്യണം, ആ ഒരു ഫിനാൻസിനെ നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ട വേണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ ആ ഒരു രീതിയിലോട്ട് നമ്മുടെ ഷിഫ്റ്റ് മാറിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ട്രാൻസിഷണൽ ഫേസിലായിരുന്നു. ഇനി തേർഡ് വൺ എന്ന് പറയുന്നതാണ് നമുക്ക് ഈ പറയാനുള്ള മോഡേൺ ഫേസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഫ്രം ദ മിഡ് 1950s ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ബിക്കേം മോർ സയന്റിഫിക് ആൻഡ് അനലിറ്റിക്കൽ അല്ലെ. അതായത് നമ്മുടെ ഒരു 1950s ഒക്കെ ഒരു മിഡ് ആയ സമയത്ത് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കൂടുതൽ സയന്റിഫിക്കും അതേപോലെ തന്നെ കൂടുതൽ അനലിറ്റിക്കലുമായിട്ട് മാറാൻ തുടങ്ങി. ന്യൂ തിയറീസ് ലൈക്ക് പോർട്ട്ഫോളിയോ തിയറി ബൈ ഹാരി മാർക്കോവിറ്റ്സ് ആൻഡ് മോഡൽസ് ലൈക്ക് CAPM were developed. അപ്പൊ നമ്മുടെ പുതിയ ഒരുപാട് തിയറീസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പുതിയ തിയറീസ് ആയിട്ടുള്ള നമ്മുടെ പോർട്ട്ഫോളിയോ തിയറി പോലുള്ള തിയറീസ് നമ്മുടെ ഹാരി മാർക്കോവിറ്റ്സ് ആണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പോർട്ട്ഫോളിയോ തിയറി കൊണ്ടുവന്നിട്ടുള്ളത് ഹാരി മാർക്കോവിറ്റ്സ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മോഡേൺ ഫേസിലാണ് പുതിയ മോഡലുകളായിട്ടുള്ള CAPM ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അഡ്വാൻസ്ഡ് ടൂൾസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് എമേർജ്, മേക്കിംഗ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മോർ ഡൈനാമിക് ആൻഡ് എസെൻഷ്യൽ ഫോർ ബിസിനസ്സസ്. അപ്പൊ ഒരുപാട് അഡ്വാൻസ്ഡ് ടൂളുകൾ വരാൻ തുടങ്ങി, പുതിയ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകൾ, ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് എമേർജ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കൂടുതൽ ഡൈനാമിക്കും അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അത്യാവശ്യമാണ് എന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ വന്നത് ഈ ഒരു മോഡേൺ ഫേസിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ ഇവല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷൻ ഓഫ് ഫിനാൻസ് ഫംഗ്ഷൻ വിത്ത് അതർ ഡിസിപ്ലിൻസ് ആണ്. നമുക്കറിയാം ഒരുപാട് ഡിസിപ്ലിൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ മറ്റ് ഡിസിപ്ലിൻസുമായിട്ട് എന്താണ് നമ്മുടെ ഫിനാൻസ് ഫംഗ്ഷന്റെ റിലേഷൻഷിപ്പ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. സോ ഫിനാൻസ് ഈസ് നോട്ട് ആൻ ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ, ഇറ്റ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് അതർ ഏരിയാസ് ഓഫ് ബിസിനസ് ലൈക്ക് എക്കണോമിക്സ്, അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ. ഇപ്പൊ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ല ഫിനാൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാ ഏരിയയിലും നമുക്ക് വേണം. ബിസിനസിന്റെ എക്കണോമിക്സിലാണെങ്കിലും അക്കൗണ്ടിങ്ങിലാണെങ്കിലും മാർക്കറ്റിംഗിലാണെങ്കിലും പ്രൊഡക്ഷനിലാണെങ്കിലും ഒക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. അല്ലാതെ ഒരിക്കലും ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ല. അപ്പൊ നമുക്ക് ഓരോ ഡിസിപ്ലിൻ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ്ലി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോണത് ഫിനാൻസും എക്കണോമിക്സും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോ ഫിനാൻസ് ഈസ് ബേസ്ഡ് ഓൺ എക്കണോമിക് പ്രിൻസിപ്പിൾസ് ലൈക്ക് ഡിമാൻഡ്, സപ്ലൈ, കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് അല്ലെ. ഫിനാൻസ് എന്ന് പറയുന്നത് നമ്മളുടെ വേരിയസ് ആയിട്ടുള്ള എക്കണോമിക് പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള ഡിമാൻഡ്, സപ്ലൈ, കോസ്റ്റ്, പ്രോഫിറ്റ് ഇതിനൊക്കെ ബേസ് ചെയ്ത് ഇത്തരത്തിലുള്ള എക്കണോമിക് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫിനാൻസ് വരുന്നത്. It studies financial markets such as money and capital markets and is influenced by government policies like those of the Reserve Bank of India. ഇവിടെ നമ്മൾ പഠനം നടത്തുന്നത്, ഇവിടെ നമ്മൾ സ്റ്റഡി നടത്തുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റുകളായിട്ടുള്ള മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളുടെ ഗവൺമെന്റിന്റെ പോളിസീസിനെ ലൈക്ക് നമ്മുടെ RBIയുടെ പോളിസീസ് പോലുള്ള ഗവൺമെന്റ് പോളിസീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റുകളായിട്ടുള്ള മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഈ ഒരു ഫിനാൻസ് ആൻഡ് എക്കണോമിക്സിനകത്ത് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. ബോത്ത് മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ് ഹെൽപ്പ് ഫിനാൻസ് മാനേജേഴ്സ് മേക്ക് ബെറ്റർ ഡിസിഷൻസ്. അപ്പൊ ഇവിടെ നമ്മുടെ മാക്രോ എക്കണോമിക്സും വരുന്നുണ്ട്, മൈക്രോ എക്കണോമിക്സും വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫിനാൻസ് മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാക്രോ എക്കണോമിക്സും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ മൈക്രോ എക്കണോമിക്സും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ് എന്ന് പറയുന്നത്.
സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫിനാൻസും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള റിലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ ഡാറ്റ ത്രൂ റിപ്പോർട്ട്സ് ലൈക്ക് ബാലൻസ് ഷീറ്റ് ആൻഡ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഫിനാൻസ് യൂസസ് ദിസ് ഡാറ്റ ഫോർ പ്ലാനിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. Accounting focuses on recording data while finance focuses on cash flow and managing fund. Okay, അപ്പൊ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിങ്ങും ഫിനാൻസും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, നമ്മൾ ഫിനാൻഷ്യൽ ഡാറ്റയെ റിപ്പോർട്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താ പറയാ കൃത്യമായിട്ട് നമ്മൾ അതിനെ പറഞ്ഞ് റെഡിയാക്കുന്നതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ നമുക്കറിയാം ബാലൻസ് ഷീറ്റ് ഒരു ഫിനാൻഷ്യൽ ഡാറ്റയാണ്. അതേപോലെ തന്നെ നമുക്ക് വരുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റുകൾ, ഇതൊക്കെ വേരിയസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡാറ്റയാണ്. അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ ഡാറ്റ നമുക്ക് കിട്ടുന്നത് ലൈക്ക് ബാലൻസ് ഷീറ്റിലൂടെ ആണെങ്കിലും ഇൻകം സ്റ്റേറ്റ്മെന്റിലൂടെ ആണെങ്കിലും ഒക്കെ നമുക്ക് ഫിനാൻഷ്യൽ ഡാറ്റ കിട്ടുന്നത് അക്കൗണ്ടിങ് വഴിയാണ്. സോ ഫിനാൻസ് യൂസസ് ദിസ് ഡാറ്റ ഫോർ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ ഫിനാൻസ് നമ്മൾ പ്ലാനിങ്ങിനാണെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ നമ്മൾ ഫിനാൻസ് വഴി ഉപയോഗിക്കുന്നുണ്ട്. അക്കൗണ്ടിങ് ഫോക്കസ് ഓൺ റെക്കോർഡിംഗ് ഡാറ്റ while finance focuses on cash flow and managing fund. അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് ഫോക്കസ് കൊടുക്കുന്നത് ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നതിനാണെന്നുണ്ടെങ്കിൽ ഫിനാൻസ് ഫോക്കസ് കൊടുക്കുന്നത് ക്യാഷ് ഫ്ലോയ്ക്കും അതേപോലെ തന്നെ ആ ഫണ്ടിന്റെ മാനേജിങ്ങിനും ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത്. അപ്പൊ ഫിനാൻസും അക്കൗണ്ടിങ്ങും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ലൈക്ക് അഡ്വർടൈസിംഗ്, പ്രൊമോഷൻസ് ആൻഡ് സെയിൽസ് റിക്വയേഴ്സ് മണി. അല്ലെ, നമുക്കറിയാം മാർക്കറ്റിംഗിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ് ഒന്ന് അഡ്വർടൈസിങ്, പിന്നെ ഒന്ന് പ്രൊമോഷൻ, സെയിൽസ്, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിംഗിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്, ഇതിനൊക്കെ നമുക്ക് പൈസ വേണം, പൈസ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ finance ensures funds are available for these activities and helps in pricing and budgeting decisions. അപ്പൊ ഫിനാൻസ് എന്താ എൻഷുർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസിനെല്ലാം തന്നെ ഫണ്ടുകൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇത് പ്രൈസിങ്ങിനെയും ബഡ്ജറ്റിംഗ് ഡിസിഷൻസിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് എൻഷുർ ചെയ്ത് തരുന്നത് ഫിനാൻസ് ആണ്. അപ്പൊ അതാണ് ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിനാൻസ് ആൻഡ് പ്രൊഡക്ഷൻ ആണ്. Production needs fund for buying machines, paying wages and maintaining operations. അതായത് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ നമുക്ക് എന്ത് വേണം, നമുക്കൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള മെഷീൻസ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, വേജസിന്റെ പേയ്മെന്റ് നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയാ നമുക്ക് ഫിനാൻസ് മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ഫണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഫിനാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഈ കാര്യങ്ങളൊന്നും നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മെഷീൻസ് വാങ്ങാനാണെങ്കിലും വേജസ് വാങ്ങാനാണെങ്കിലും ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് ഫണ്ട് വേണം. അപ്പോൾ ഫിനാൻസ് ആണ് എന്ത് ചെയ്യുന്നത്, എല്ലാ ഫണ്ടുകളും മാനേജ് ചെയ്തിട്ട് ഒരു സ്മൂത്ത് ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത് ആരാണ്, നമ്മളുടെ ഈ ഒരു ഫിനാൻസ് ആണ് എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഫിനാൻസ് ആൻഡ് അതർ ഫങ്ഷൻസ് ആണ്. ഇതിലൊന്നും പെടാത്ത അതർ ഫങ്ഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്ന സമയത്ത് ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് മണി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അല്ലെ, ഡയറക്റ്റ് ആയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലോ എല്ലാത്തിലും നമുക്ക് എന്താവശ്യമായിട്ടുണ്ട്, എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസിലും നമുക്ക് മണി ആവശ്യമായിട്ടുണ്ട്. സോ ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിലും ആവശ്യമായിട്ടുണ്ട്. അതില്ലാതെ നമുക്ക് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയില്ല. അല്ലെ, അപ്പോൾ ഫിനാൻസ് സപ്പോർട്ട് ഓൾ ഡിപ്പാർട്ട്മെന്റ് ബൈ പ്രൊവൈഡിങ് ഫണ്ട് ആൻഡ് മാനേജിങ് റിസോഴ്സസ് എഫക്റ്റീവ്ലി. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് വേണം. എന്നാലേ നമുക്ക് കൃത്യമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ മറ്റ് ഫംഗ്ഷൻസിനകത്തും എന്ത് വേണം, നമുക്ക് ഫണ്ട് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സിഗ്നിഫിക്കൻസ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫിനാൻസും എക്കണോമിക്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, എക്കണോമിക്സ് തമ്മിലുള്ളത് പറഞ്ഞു, പിന്നെ അക്കൗണ്ടിങ്ങും ഫിനാൻസും തമ്മിലുള്ള ആ ഒരു ഇത് പറഞ്ഞു, പിന്നെ അതേപോലെ തന്നെ ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് തമ്മിലുള്ള ഒരു ഇത് പറഞ്ഞു, പിന്നെ ഫിനാൻസ് ആൻഡ് പ്രൊഡക്ഷൻ, ഫിനാൻസ് ആൻഡ് അതർ ഫങ്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ്ലി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോണത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. സിഗ്നിഫിക്കൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയുന്നത് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ഹൗ ടു സ്റ്റാർട്ട് ആൻഡ് റൺ എ ബിസിനസ് പ്രോപ്പർലി. നമ്മളുടെ
ഒരു ബിസിനസ് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് റൺ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ഹെൽപ്സ് ഇൻ റൈസിംഗ് ഫണ്ട് ആണ്. ഇറ്റ് എൻഷുവേഴ്സ് മണി ഈസ് കളക്ടഡ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് അറ്റ് എ ലോ കോസ്റ്റ്. അതായത് നമുക്ക് മണി, നമ്മളുടെ ആ ഒരു പൈസ കറക്റ്റ് ടൈമിൽ ലോ കോസ്റ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രോപ്പർ യൂസ് ഓഫ് ഫണ്ട് ആണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് ഇൻ യൂസിങ് മണി വൈസ്ലി വിത്തൗട്ട് വേസ്റ്റ് ആക്കാതെ വൈസ്ലി നമ്മൾ നമ്മുടെ മണി യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ആണ് അടുത്തത് പറയുന്നത്. ഇറ്റ് സപ്പോർട്ട് സ്മാർട്ട് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഫോർ ദ ബിസിനസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇൻക്രീസസ് പ്രോഫിറ്റ് ആണ് പറയുന്നത്. പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് മണി ഹെൽപ്പ് ഇൻ ഏർണിംഗ് മോർ പ്രോഫിറ്റ്. അല്ലെ, നമ്മൾ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു നമ്മുടെ ഫണ്ടിന്റെ കാര്യത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ബിസിനസിന്റെ ഗ്രോത്ത് ആണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് ദ ബിസിനസ് എക്സ്പാൻഡ് ആൻഡ് ഇൻക്രീസ് ഇറ്റ്സ് വാല്യൂ. ബിസിനസിനെ ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബിസിനസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ബിസിനസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അത്രയാണ് അവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് ഫിനാൻഷ്യൽ ഡിസിഷൻസിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ ഡിസിഷൻസ് റിലേറ്റഡ് ടു ഹൗ എ ബിസിനസ് ഒബ്റ്റെയിൻ ഫണ്ട് ആൻഡ് യൂസസ് ദം എഫക്റ്റീവ്ലി. ഫിനാൻഷ്യൽ ഡിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ബിസിനസ്സിന് ഫണ്ട് കിട്ടുന്നത്, ആ കിട്ടിയ ഫണ്ട് എങ്ങനെയാണ് അവർ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻസിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. These decisions are very important because they affect the profitability, growth and survival of the business. അപ്പൊ ഈ ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിസിനസിന്റെ സർവൈവലിനെയും ഈ ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻസ് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻസിനെ മെയിൻ ആയിട്ട് ബ്രോഡ്ലി നമുക്ക് 3 മെയിൻ ടൈപ്പുകളായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റും. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, ഫിനാൻസിങ് ഡിസിഷൻസ്, ഡിവിഡന്റ് ഡിസിഷൻസ്. ഇതാണ് നമ്മളുടെ ഈ 3 ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ അതിൽ വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആണ്. അപ്പോ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഡീൽ വിത്ത് ഹൗ എ ഫേം യൂസസ് ഇറ്റ്സ് ഫണ്ട് ഇൻ ഡിഫറെന്റ് അസറ്റ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു ഫണ്ട് ഡിഫറെന്റ് അസറ്റുകളിൽ എങ്ങനെയാണ് ഒരു ഫേം അതിനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനകത്ത് നമ്മൾ നോക്കുന്നുണ്ടാവുക. Since fund are limited and costly, it is very important to invest them wisely. അപ്പൊ നമ്മുടെ ഈ ഫണ്ട് വളരെ ലിമിറ്റഡ് ആണ്, നമുക്കിത് വളരെ കോസ്റ്റ്ലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വൈസ്ലി മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. But these decisions help the business decide how much money to invest and where to invest it for maximum return. അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ എവിടെയാണ് നമ്മുടെ പൈസ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എത്രത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് മാക്സിമം റിട്ടേൺ കിട്ടുക, അത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനകത്ത് മെയിൻ ആയിട്ട് നോക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ തന്നെ നമ്മൾ 2 ടൈപ്പുകളായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസും ഉണ്ട്, അതേപോലെ തന്നെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസും ഉണ്ട്. അപ്പൊ അതിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഇൻക്ലൂഡ് സ്പെൻഡിങ് മണി ഓൺ ഫിക്സഡ് അസറ്റ്സ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്സ്, മെഷീനറി ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ്. അപ്പൊ അതില് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് മണി സ്പെൻഡ് ചെയ്യുന്നത്, ഫിക്സഡ് അസറ്റുകളായിട്ടുള്ള ലാൻഡ്, ബിൽഡിങ്, മെഷീനറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസിന്റെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഇനി ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് റിലേറ്റഡ് ടു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് വിച്ച് ഇൻക്ലൂഡ്സ് മാനേജിംഗ് ക്യാഷ്, ഇൻവെന്ററി ആൻഡ് അതർ ഡേ ടു ഡേ എക്സ്പെൻസസ്. അപ്പൊ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ് വരുന്നത്. അതായത് നമ്മൾ ഡേ ടു ഡേ ലൈഫിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, എങ്ങനെ നമ്മൾ ക്യാഷ് മാനേജ് ചെയ്യണം, എങ്ങനെ നമ്മൾ ഇൻവെന്ററി മാനേജ് ചെയ്യണം, ഡേ ടു ഡേ എക്സ്പെൻസുകൾ എങ്ങനെ മെറ്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനകത്ത് വരുന്നുണ്ടാവുക. അപ്പൊ ഇതാണ് നമ്മളുടെ ഫസ്റ്റിലി വരുന്ന ഡിസിഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഫിനാൻഷ്യൽ ഡിസിഷൻസ് 3 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തതാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. അതിനെ തന്നെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ലോങ് ടേമും ഷോർട്ട് ടേമും. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇനിയും പഠിക്കൂട്ടോ വരുന്ന യൂണിറ്റുകളിൽ. സോ അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഫേസുകൾ കംപ്ലീറ്റ് ചെയ്തു. ഫിനാൻസ് ഫംഗ്ഷന് മറ്റ് ഡിസിപ്ലിൻസുമായിട്ടുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ സിഗ്നിഫിക്കൻസ്, ഫിനാൻഷ്യൽ ഡിസിഷനിലെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങളുമായിട്ട് കാണാം. താങ്ക്